ഹലോ. അപ്പോൾ ഈ അച്ചാർ കണ്ടിട്ട് കൊതി വരുന്നവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. അച്ചാറിനകത്ത് മുളക് എരിവെല്ലാം ആവശ്യത്തിനുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഇച്ചിരി കാന്താരിയും കൂടെ പിച്ചാലോ എന്ന് പറഞ്ഞ് കാന്താരി ചെന്ന് നോക്കിയപ്പോൾ അമ്മച്ചുള്ള മുളകെല്ലാം പിച്ചു വെച്ചേക്കുമായിരുന്നു. പിന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ 1-2 കിട്ടി. അതുകൊണ്ടിങ്ങ് പോരുന്നു. ഇത് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇത് എന്തിൻ്റെ അച്ചാറാണെന്ന്. പല നാട്ടുകളിൽ ലോലിക്ക, ലൗലോലിക്ക, നെല്ലിക്ക, ഞങ്ങളുടെ നാട്ടിൽ ഇത് ഡബ്ലോളിക്ക. ഈ ഡബ്ലോളിക്ക അച്ചാർ അമ്മാമ്മ ഉണ്ടാക്കിയിട്ട് തന്നു വിട്ടേ കേട്ടോ. അയ്യോ എൻ്റെ പൊന്നെ, ഇത് തുറക്കുമ്പോൾ കിട്ടുന്നതാണ്. ഇത് നിറച്ചുണ്ടായിരുന്നു, കുറച്ച് ഇപ്പം തീർന്നിട്ടുണ്ട്. അമ്മച്ചി ഉച്ചക്കലത്തേക്ക് ചീനി വേവിക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ചൂടോടെ 5-6 കഷ്ണം ഇഞ്ഞ് കോരി കുഴയ്ക്കുന്നതിന് മുന്നേ എന്നിട്ട് അതിൻ്റെ കൂടെ ഡബ്ലോളിക്കായും കാന്താരിയൊക്കെ വെച്ച് തിന്നാനൊരു കൊതിയല്ലേ, പിടിച്ചു നിർത്താൻ പറ്റുമോ? അപ്പോൾ നമ്മളൊരു കഷ്ണം ചീനി അങ്ങോട്ട് എടുത്ത് അതിനകത്തുള്ളൊരു കാന്താരിയും വെച്ച് നമ്മുടെ അച്ചാറിനകത്ത് ഉപ്പും എരിവും പുളിയും എല്ലാം പിടിച്ച് കിടക്കുന്ന നമ്മുടെ പഞ്ഞി പോലെ ആയിട്ടുണ്ട് ഡബ്ലോളിക്ക. അപ്പോൾ അതുകൂടെ അങ്ങോട്ട് ഞെരടി അങ്ങോട്ട് വെച്ച് വായിലോട്ട് വെച്ചൊന്ന് കഴിക്കണം എൻ്റെ പൊന്നെ, വായി കപ്പലോട്. ഈ വീഡിയോ കണ്ടിട്ട് ഡബ്ലോളിക്ക അച്ചാറിൻ്റെ മണം അടിച്ചിട്ട് കൊതി തോന്നിയവരുണ്ടെന്നുണ്ടെങ്കിൽ ഡബ്ലോളിക്ക കിട്ടുവാണെങ്കിൽ ഒന്ന് അച്ചാറിട്ട് ഇതുപോലെ തിരിഞ്ഞു നോക്കണം എൻ്റെ പൊന്നെ. പിന്നെ അമ്മയുടെ അച്ചാറിൻ്റെ അത്ര രുചി വരുമോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അച്ചാർ കഴിക്കാൻ പാടില്ലാത്ത അമ്മച്ചിയാണ്ട് ഞാൻ കഴിക്കുന്നുണ്ട്. കൊതി സഹിക്കാൻ വയ്യാതാണ്ട് ഒരു കഷ്ണം എടുത്ത് വായി ഇട്ടിട്ടുണ്ട്. അപ്പം വേറൊരു വീഡിയോ കൂടെ വീണ്ടും കാണാം.